നമുക്കിനി അടുത്ത ഡേറ്റ നോക്കാം. അതിൽ പറഞ്ഞിട്ടുള്ളത് പ്രോഫിറ്റ് ഏൺഡ് ബൈ 2 കമ്പനീസ്. ആ ഒരു പ്രോഫിറ്റിന്റെ ഡേറ്റ ആണ് തന്നിട്ടുള്ളത്. 2011 മുതൽ 2015 വരെയുള്ള ഈ 2 കമ്പനീസിന്റെയും പെർസെന്റേജിന്റെ പ്രോഫിറ്റിന്റെ പെർസെന്റേജ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഇൻ വിച്ച് ഇയർ the percentage profit earned by the company B is less than that of company A. നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും ഒരേ പാറ്റേൺ ആണ് അല്ലെ. ഇതിലെന്താ ചോദിച്ചിട്ടുള്ളത്? കമ്പനി ബി എന്ന് പറയുന്നത് കമ്പനി എയുടെ പ്രോഫിറ്റ് പെർസെന്റേജിനേക്കാളും താഴെ വരുന്ന വർഷം ഏത്? ഇതാണ് ചോദ്യം. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇതിൽ പെർസെന്റേജ് ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമേ ഇല്ല അല്ലെ. കാര്യം നമ്മൾക്ക് തന്നിരിക്കുന്ന ആ ടാബുലർ ഡേറ്റയിൽ ഓൾറെഡി പ്രോഫിറ്റ് പെർസെന്റേജ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. പിന്നെ എന്താ ഒന്നുമില്ല, ഓരോ വർഷം എടുത്ത് നോക്കുക. 2011 എത്രയാണ്? ആ ടേബിൾ ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മാത്രം മതി. A 20% ആണ്, B 30% ആണ്. 2012 A 35%, B 40% ആണ്. 2013 45% ആണ് A, 35% ആണ് B. 2014 40% A, അതുപോലെ തന്നെ 50% ആയിട്ടുള്ള B. പിന്നെ 2015 25% ആണ് A ആൻഡ് 35% ആണ് ബി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏത് വർഷമാണ് ബിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ബി എനേക്കാൾ കുറവ് വരുന്ന ഏത് വർഷമാണ്? എ ഗ്രേറ്റർ ദാൻ ബി. ഇതാണ് നമ്മൾ കാണേണ്ടത്. നോക്കാം. 20-30 നോക്കുമ്പോൾ എ ലെസ് ദാൻ ബി, 35-40 നോക്കുമ്പോൾ എ ലെസ് ദാൻ ബി, 45-35 എന്ന് പറയുന്നിടത്ത് ഗ്രേറ്റർ ദാൻ ആണ് അല്ലെ. ബാക്കിയെല്ലാം ലെസർ ദാൻ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ 2013 ആണ് ആൻസർ. നമ്മൾ ഓരോ കാൽക്കുലേഷനും ചെയ്യേണ്ട. നമുക്ക് തന്നിട്ടുള്ള എന്താണ് ഡേറ്റ ഒന്ന് ജസ്റ്റ് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം മതി. നമ്മളുടെ ആ ടേബിൾ കാണുന്നോടത്ത് തന്നെ അവർ പെർസെന്റേജ് പ്രോഫിറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഇനി വേറെ പെർസെന്റേജ് ഒന്നും ഇതിനെ കാണേണ്ട ആവശ്യമില്ല. നേരിട്ട് നമ്മൾക്ക് ആൻസർ കിട്ടും. ഒരു കാൽക്കുലേഷനും വേണ്ട. ആ ടേബിളിൽ നിന്ന്, അതായത് ടേബിളിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ. ദ ഫോളോയിങ് ടേബിൾ ഷോസ് എ പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ പെർസെന്റേജ് ആണ് കേട്ടോ. ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചോളൂ, നമ്മളുടെ ടേബിളിലെ പെർസെന്റേജ് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ. ഓഫ് 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാർസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കമ്പനി ഡ്യൂറിംഗ് 2 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് 2019 ആൻഡ് 2020. ഇപ്പൊ 2019 2020 ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 5 ടൈപ്സ് ഓഫ് കാറുകളുടെ ഡിസ്ട്രിബ്യൂഷൻ പെർസെന്റേജ് ആണ് തന്നിട്ടുള്ളത്. ഇനി ഈ ഒരു വർഷക്കാലം, അതായത് 2019 നമ്മളുടെ ഈ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 4,50,000 ആണ്. 4,50,000 കാർസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 2020 ദിസ് പെർട്ടിക്കുലർ കമ്പനി 5,20,000 കാർസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത് അല്ലെ. നമുക്ക് ഇതാണ് തന്നിട്ടുള്ള ഡേറ്റ്. ഇതാണ്. ഇനി ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: ഇഫ് ദ പെർസെന്റേജ് പ്രൊഡക്ഷൻ ഓഫ് ടൈപ്പ് ബി കാർസ് ഇൻ 2020 വാസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് 2019. നമ്മൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അതായത് 2020 2020 പ്രൊഡക്ഷൻ, പെർസെന്റേജ് പ്രൊഡക്ഷൻ ഓഫ് ടൈപ്പ് ബി കാർസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 30% ആണ് അല്ലെ. 2020 30% ആണ്. പക്ഷെ ചോദ്യം എങ്ങനെയാണ്? ആ സമയത്ത് 2020 അതിന്റെ പ്രൊഡക്ഷൻ പെർസെന്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഇഫ് ഇറ്റ് വാസ് സെയിം ആസ് ദാറ്റ് ഓഫ് 2019. 2020 ഇതിന്റെ ഡേറ്റ, ഈ തന്നിരിക്കുന്ന 30% എന്ന് പറയുന്നത് 2019 അതേ വാല്യൂ ആയിരുന്നു എങ്കിൽ, അതായത് 2020 ഈ 25% ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ചോദ്യം എങ്ങനെയാ പറയുന്നത്? 2019 25% ഉണ്ട്, 2020 എത്രയാണ്? 30% ആണ്. ചോദ്യം എങ്ങനെയാണ്? 2020 ടൈപ്പ് ബിയുടെ പ്രൊഡക്ഷൻ 2019 അതേ വാല്യൂ ആയിരുന്നു എങ്കിൽ ഇവിടെ 25% വിട്ട് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചോദ്യം എന്താണ്? വാട്ട് വുഡ് ഹാവ് ബീൻ ദ നമ്പർ ഓഫ് ടൈപ്പ് ബി കാർസ് പ്രൊഡ്യൂസ്ഡ് ഇൻ 2020? 2020 ഇതേ 25% ആയിരുന്നു എന്നുണ്ടെങ്കിൽ
2020 എന്താണ് ടൈപ്പ് ബിയിലുള്ള എത്ര കാറുകൾ ഈ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും? ഇതാണ് ചോദ്യം. അതായത് 2019 വാല്യൂ നമ്മൾ 2020 കൊണ്ടിടുകയാണ്. ഇനി ടൈപ്പ് ബിയുടെ പെർസെൻറ്റേജ് പ്രൊഡക്ഷൻ എത്രയാണ്? 25% എന്ന് കൊടുക്കുകയാണ്. ഇനി 2020 ടോട്ടൽ നമ്പർ എത്രയായിരുന്നു? 5,20,000 കാർസ് ആണ് ആരുണ്ടാക്കിയിട്ടുള്ളത്? ഈ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. 5,20,000 ആണ്. ഇനി ഈ 5,20,000ന്റെ 25% കണ്ടാൽ നമ്മളുടെ ആൻസർ കിട്ടും. മനസ്സിലായില്ലേ? 2020 എത്ര ടോട്ടൽ നമ്പർ ഓഫ് കാർസ് അവർ എത്ര ഇറക്കി നോക്കുക. അതിൽ ഈ 25% എടുത്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളുടെ ചോദ്യത്തിന്റെ ആദ്യത്തെ പാർട്ട് തന്നെ പറയുന്നത് 2020 ഡേറ്റ 2019 ഡേറ്റ ആയിരുന്നു എങ്കിൽ എന്നാണ്. അപ്പം നമുക്ക് അവിടെ 25% കിട്ടി. അപ്പൊ ഇനി എന്താണ് ചെയ്യേണ്ടത്? 5,20,000ന്റെ 25% കണ്ടാ പോരെ? എത്രയാണ്? 25 വരും. നമുക്ക് ഒരു 1,30,000 വരും. ഇതാണ് ആൻസർ അല്ലെ. 1,30,000 ആയിരിക്കും ആൻസർ. അപ്പം ഔട്ട് ഓഫ് 5,20,000 കാർസ് പ്രൊഡ്യൂസ്ഡ് ഇൻ 2020 നമ്മളുടെ നമ്പർ ഓഫ് ടൈപ്പ് ബി കാർസ് എന്ന് പറയുന്നത് എത്രയാണ്? 1,30,000 ആണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the number of type A cars manufactured in 2020 was the same of 2019, what would have been its approximate percentage share in the total production of 2020? നമ്മൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമില്ലേ, നേരത്തെ ചോദിച്ച ചോദ്യമില്ലേ, അതേ ചോദ്യം ഒന്നുകൂടി ട്വിസ്റ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ളൂ. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ എന്താ പറയുന്നത്? ടൈപ്പ് എയുടെ കാര്യം പറയുന്നത്. നമ്മൾ നേരത്തെ ടൈപ്പ് ബി പറഞ്ഞു. ഇതിൽ ടൈപ്പ് എ നോക്കാം. ടൈപ്പ് എ 2019 എത്ര പെർസെന്റേജ്? 15% ആണ്. 2020 ഓൾറെഡി തന്നിരിക്കുന്നത് എത്രയാണ്? 10% ആണ്. ഓക്കെ, ഇതറിയാം. ഇത് രണ്ടും നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ആണ്. ഇനി നമ്മളോട് കൺസിഡർ ചെയ്യാൻ പറയുന്നത് എന്താണ്? ഇഫ് ദ നമ്പർ ഓഫ് ടൈപ്പ് എ കാർസ് മാനുഫാക്ചർഡ് ഇൻ 2020, 2020 ടൈപ്പ് എ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നതിന്റെ വാല്യൂ എന്താണ്? വാസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് 2019. 2019 തന്നിരിക്കുന്ന വാല്യൂ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, അപ്പൊ ഇവിടെ എത്രയാണ്? 2020 നമുക്ക് ഇതിന്റെ 15% കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി മനസ്സിലായി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വാട്ട് വുഡ് ഹാവ് ബീൻ ഇറ്റ്സ് അപ്രോക്സിമേറ്റ് പെർസെന്റേജ് ഷെയർ ഇൻ ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് 2020? അപ്പം നമുക്ക് അപ്രോക്സിമേറ്റ് ഷെയർ ആണ് കാണേണ്ടത്. അപ്രോക്സിമേറ്റ് ഷെയർ കാണാനായിട്ട് നമുക്ക് 2019 ഇതിന്റെ ഷെയർ എത്രയാന്ന് നോക്കാം. ഓക്കെ, 2019 എത്രയാ ഷെയർ പറയുന്നത്? 4,50,000 ആണ്. 4,50,000 എത്ര നമ്പർ ഓഫ് കാർസ് ആണുള്ളത്? 15% അല്ലെ. 2019 15% കാണുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,446. അപ്പൊ എത്രയാണ്? 67,500 കാർസ് ആണ് ശരിക്കും ഒറിജിനലി 2019 ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന്റെ ഷെയർ എന്ന് പറയുന്നത് ഒറിജിനലി എത്രയാണ്? 2019 67,500 ആണ്. ഇനി 2020 ശരിക്കും ടോട്ടൽ നമ്പർ ഓഫ് കാർസ് പ്രൊഡ്യൂസ്ഡ് എത്രയാണ്? 5,20,000 അല്ലേ? 5,20,000 അല്ലേ? ഇവിടെ പെർസെന്റേജ് ഷെയർ ചോദിക്കുന്നത് കൊണ്ടാണ്. നമ്മൾക്ക് നേരത്തെ നമ്മളോട് ചോദിച്ചത് എത്രയാണ്? പ്രൊഡക്ഷൻ പെർസെന്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പെർസെന്റേജ് ഷെയർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പെർസെന്റേജ് ഷെയർ ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഓൾറെഡി 2019 4,50,000 കാറുകൾ പ്രൊഡ്യൂസ് ചെയ്തെടുത്ത് അതിൽ 67,500 കാറുകൾ നമ്മളുടെ എയുടെ ആണെന്ന് എ ആണ് അതിന്റെ ഷെയർ എന്ന് മനസ്സിലായി. ഔട്ട് ഓഫ് 4,50,000 67,500 cars belongs to this type A. അപ്പൊ അതാണ് അതിന്റെ ഒരു പെർസെന്റേജ് അല്ല, അതിന്റെ ഷെയർ എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ ഷെയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ പ്രൊഡക്ഷൻ ഷെയർ അല്ല, പെർസെന്റേജ് ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 67,500 ആണ്. ഓക്കെ, പെർസെന്റേജ് ഷെയർ തന്നെയാണ് കണ്ടത്. നമ്മൾ 15% ഷെയർ ആണ് കണ്ടിട്ടുള്ളത്. ഇനി പെർസെന്റേജ് ഷെയറിന്റെ കൺഫ്യൂഷൻ മാറ്റാനായിട്ട് ഞാൻ ഒന്നുകൂടി പറയാണ്. അതായത് പെർസെന്റേജ് ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വാല്യൂല് ഇത്ര പെർസെന്റേജ് എന്ന് പറയുമ്പോൾ അതിന്റെ ഷെയർ എത്ര? സിമ്പിൾ. ഇപ്പൊ 100
6% എന്ന് പറഞ്ഞാൽ ഈ 100-ൽ എത്ര ഷെയർ ആയിരിക്കും? 6 അല്ലെ? മനസ്സിലായി? ഇപ്പൊ 20-ല് 4% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 × 4/100 ആണ് അല്ലെ? 4/5 എന്ന് പറയുമ്പോൾ 0.8 ഒക്കെ വരും. അപ്പം ഈ 20-ൽ 4 എന്ന് പറയുന്നത് 4-ന്റെ ഷെയർ എന്ന് പറയുന്നത് 0.8 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ പെർസെന്റേജ് ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് കാർസ് പ്രൊഡ്യൂസ്ഡ് ഇൻ 2019 നോക്കുന്നു. അതിൽ 15% എടുത്തിട്ട്, അതായത് 15% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2019 നമ്മളുടെ ടൈപ്പ് എയുടെ പെർസെന്റേജ് വാല്യൂ ആണ്. ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുകയാണ്? ഈ 2019 ടോട്ടൽ നമ്പർ ഓഫ് കാർസിൽ നമ്മുടെ ടൈപ്പ് എ കാറിന്റെ ഷെയർ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ആ ഷെയർ മനസ്സിലായില്ലേ? ഇനി ഈ ഷെയർ എടുത്തിട്ടാണ് നമ്മളോട് എന്താണ് ഈ 2020 ഉള്ള 20% മനസ്സിൽ നിന്ന് വിട്ടോളൂ. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? ഈ 67,500 എന്ന് പറയുന്ന വാല്യൂ, ഇതാണ് ഇതിന്റെ പെർസെന്റേജ് ഷെയർ. പെർസെന്റേജ് ഷെയർ ഇൻ 2019 ഏത് ടൈപ്പ് എയുടെ, അത് നമ്മൾ 2020 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് എങ്കിൽ എത്ര പെർസെന്റേജ് ആയിരിക്കും ഈ 2020 നമ്മൾ ടൈപ്പ് എ കാർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഇതാണ് ചോദ്യം. അത് കാണാൻ എളുപ്പമല്ലേ? 67,500 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കാർസ് എത്രയാണ്? 5,20,000 ആണ്. ഇൻറ്റു 100 ചെയ്താൽ പോരെ? ഇതിന്റെ ആൻസർ എത്രയാ വരിക എന്ന് പറഞ്ഞാല് 13 ആണ് വരിക കേട്ടോ. 13%, അപ്രോക്സിമേറ്റ്ലി 13% ആയിരിക്കും ഇതിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാല്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാണ്, കൺഫ്യൂസ്ഡ് ആവണ്ട. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നമ്മളുടെ 2019 നമ്മളുടെ ടൈപ്പ് എ കാറിന്റെ പെർസെന്റേജ് ഷെയർ എത്രയാണ്? അതേ ഷെയർ ആണ് 2020 എങ്കിൽ 2020 ടൈപ്പ് എ കാറിന്റെ പെർസെന്റേജ് എത്രയായിരിക്കും? ഇതാണ് ചോദ്യം. നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് 2019 പെർസെന്റേജ് ഷെയർ ആണ്. പെർസെന്റേജ് ഷെയർ നമ്മൾ എങ്ങനെ കണ്ടെത്തും? ടോട്ടൽ നമ്പർ ഓഫ് കാർസ് പ്രൊഡ്യൂസ്ഡ് ഇൻ 2019 ആദ്യം എടുത്ത് എഴുതി. എന്നിട്ട് ഈ ടോട്ടൽ നമ്പറിന്റെ എത്ര ശതമാനമാണ് നമ്മളുടെ ടൈപ്പ് എ എന്നാ പറഞ്ഞിരിക്കുന്നത്? നമ്മളുടെ ഡേറ്റയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, 15% പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 4,50,000 15% എന്ത് ടൈപ്പ് എ എന്ന് പറയുന്ന കാർ 2019 എന്ന വർഷത്തിൽ ഉള്ളത്. അപ്പം ടൈപ്പ് എയുടെ 2019 പെർസെന്റേജ് ഷെയർ എന്ന് പറഞ്ഞാൽ 67,500 ആണ്. ഇനി ചോദ്യം എന്തായിരുന്നു? ഈ 67,500 തന്നെ ആയിരുന്നു 2020 എങ്കിൽ ആ വർഷത്തിലെ ടോട്ടൽ പ്രൊഡക്ഷനിലെ നമ്മളുടെ ടൈപ്പ് എ എന്ന് പറയുന്ന കാറിന്റെ പെർസെന്റേജ് എത്രയായിരിക്കും? എത്ര ശതമാനമായിരിക്കും? ആ വർഷം പ്രൊഡ്യൂസ് ചെയ്ത കാറുകളുടെ എത്ര ശതമാനമായിരിക്കും ടൈപ്പ് എ? ഇതാണ് ചോദ്യം. അപ്പം ഇതേ ഷെയർ നമ്മളെടുത്ത് 2020 ഇട്ടു. അപ്പൊ അതായത് 67,500 ഇട്ടു. നമ്മളുടെ ഷെയർ ഇത്രയാണ്. അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കാർസ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു 100 ചെയ്തു. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഏതാണ്ട് 12 പോയിന്റ് സംതിങ് കിട്ടും. അത് ഏതാണ്ട് നമ്മളുടെ ഒരു 13%, അപ്രോക്സിമേറ്റ്ലി 13% ആയിട്ട് കിട്ടും. ഇതാണ് ആൻസർ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ആ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതേ ഡേറ്റയിൽ തന്നെ വരുന്നതാണ്. ഇഫ് 85% ഓഫ് ടൈപ്പ് ഇ കാർസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് 2019 ആൻഡ് 2020 together are sold by the company, how many type E cars are left unsold? ചോദ്യം ഇങ്ങനെയാണ്. 2019 അതുപോലെ തന്നെ 2020 85% ഓഫ് ഈ 2 വർഷത്തെ ഈ കാറുകളുടെ ടൈപ്പ് ഈ കാറുകളുടെ 85% വിറ്റിരുന്നുവെങ്കിൽ ബാക്കി എത്ര ശതമാനം ഈ കാറുകളാണ് ഉണ്ടാവുക? അതാണ് ചോദ്യം. നമുക്ക് മനസ്സിലായി 2019 ഈ കാറുകളുടെയും 2020 ഈ കാറുകളുടെയും എന്താണ് 85% വിറ്റിരുന്നെങ്കിൽ ബാക്കി എത്ര ഈ കാറുകളാണ് ഉണ്ടാവുക? ഇതാണ് ചോദ്യം.
ഇത് ഈ ചോദ്യം കണ്ടെത്താൻ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ട എന്താണ്, ഓരോ വർഷത്തിലും എത്ര നമ്പർ ഓഫ് ഈ കാറുകൾ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് ആദ്യം മനസ്സിലാക്കണം അല്ലെ. അത് നമ്മൾ ആദ്യം ചെയ്യുന്നത് 2019 കണക്ക് നോക്കുകയാണ്. 2019 എന്താണ്, 20% ഓഫ് അല്ലെ, 20% പറഞ്ഞിട്ടില്ല ടൈപ്പ് ചെയ്യുക. 2019 20% ഓഫ് 4,50,000 ആണ് അല്ലെ. അപ്പം ആൻസർ വരുന്നത് 90,000 ആണ് അല്ലെ. 90,000 കാറുകളാണ്, ഈ കാറുകളാണ് നമ്മളുടെ 2019 പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 2020 എത്രയാണ്, 10% ആണ് അല്ലെ. 10% ഓഫ് 5,20,000 ആണ് അല്ലെ. എത്രയാണ്, 5200 അല്ലെ. 52,000 ഈ കാറുകളാണ് ടോട്ടൽ എന്താണ് 2020 മനസ്സിലായില്ലേ. 2019 90,000 ഈ കാറുകൾ പ്രൊഡ്യൂസ് ചെയ്തു. 2020 എത്രയാണ്, 52,000 ഈ കാറുകൾ പ്രൊഡ്യൂസ് ചെയ്തു. ഇനി നമ്മുടെ ചോദ്യം എന്താണ്, 2019 2020 ടോട്ടൽ നമ്പർ ഓഫ് ഈ കാറുകളിൽ നിന്ന് 85% വിറ്റിരുന്നുവെങ്കിൽ, ഇതാണ് അടുത്ത നമ്മളുടെ ക്ലൂ തന്നിട്ടുള്ളത് അല്ലെ. അതെങ്ങനെയാ വരിക, ഇതിന്റെ ടോട്ടൽ ആദ്യം കാണണം അല്ലെ. ടോട്ടൽ കാണുമ്പോ എത്രയാ വരിക, യെസ് 1,42,000 കാർസ് ആണ് ടോട്ടലി ഈ ഒരു 2019 അല്ലെങ്കിൽ 2019 പ്ലസ് 2020 പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഈ കാർസ് എന്ന് പറയുന്നത് 1,42,000 ആണ്. ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു എന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്, ഇതിന്റെ 85% വിറ്റിരുന്നു എങ്കിൽ അല്ലെ. അതായത് 1,42,000 into 85/100 ചെയ്യാം. 1,20,700 ആണ് വരിക. ഓക്കെ, ഈ 85% നമ്മൾ വിറ്റിരുന്നു എന്നുണ്ടെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവുന്നതാണ് ചോദ്യം അല്ലെ. ഇത് മൈനസ് ചെയ്താൽ പോരെ. അതായത് 1,42,000 മൈനസ് 1,20,700. അതിന്റെ ആൻസർ എത്രയാ വരിക, 21,300. ഓക്കെ, ഇത്രയും കാറുകളായിരിക്കും ബാക്കി ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ എങ്ങനെയാ പഠിച്ച്, ചോദ്യം എങ്ങനെയായിരുന്നു, അതായത് 2019 2020 ടോട്ടൽ നമ്പർ ഓഫ് ഈ കാർസിന്റെ 85% വിറ്റിരുന്നു എന്നുണ്ടെങ്കിൽ ബാക്കി എത്ര കാറുകളാണ് ഇവിടെ വിൽക്കാതെ അൺസോൾഡ് ആയിട്ട് ഉണ്ടാവുക, ബാക്കി ഉണ്ടാവുക, അതാണ് ചോദ്യം. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു, ഓരോ വർഷത്തെയും ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ കണ്ടു ടൈപ്പ് ഈ കാറിന്റെ. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ 2019 2020 കാറുകളുടെ 85% അല്ലേ. അപ്പൊ രണ്ടിനെയും കൂടി സം ആദ്യം കണ്ടെത്തി, അത് 1,42,000 ആണ് നമ്മൾ മനസ്സിലാക്കി. ഈ 1,42,000ന്റെ 85% ആദ്യം കണ്ടു. അതിന് ആൻസർ നമുക്ക് 1,20,700 എന്ന് കിട്ടി. അതിനെന്ത് ചെയ്യാണ്, ടോട്ടൽ നമ്പർ ഓഫ് ഈ കാറുകളില്ലേ, ടൈപ്പ് ഈ കാറില്ലേ, അതിൽ നിന്ന് എത്രയാണ് ഈ 1,20,700 മൈനസ് ചെയ്തു. അപ്പൊ എത്ര ആൻസർ കിട്ടി, 21,300. വളരെ സിമ്പിൾ ആണല്ലേ. നമുക്കിത് ഈ ഒരു ലോജിക് ഒന്ന് കിട്ടിയാൽ മതി, ഈ ഒരു ടാക്ടിക് കിട്ടിയാൽ നമുക്ക് എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറയാറുള്ള പോലെ തന്നെ റിപ്പീറ്റഡ്ലി നിങ്ങൾ ഇതൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം അങ്ങനെ ചെയ്താൽ മാത്രമായിട്ട് നിങ്ങൾക്ക് പലതും മനസ്സിൽ വരുള്ളൂ. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിന്യൂസ്ലി എന്താണ് പ്രാക്ടീസ് ചെയ്തിരിക്കണം. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പം വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് കാണാൻ സാധിച്ചു അല്ലേ.